നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് കുരുക്ക് മുറുകുകയാണ്. വീണയ്ക്ക് സമൻസ് അയക്കുന്നതിൽ നിന്ന് തീരുമാനമുണ്ടായേക്കും. ഇഡിയുടെ നിർണായക അവലോകന യോഗം ഇന്ന് നടക്കും. റെയ്ഡിൽ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇഡി പറയുന്നു. ശരണസ് കർത്തിയെയും CMRL ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, വീണ വിജയൻ ഇഡിയുടെ ചോദ്യമുനയിലേക്ക് വരികയാണ്. ഇഡി പറയുന്നത്, ഇഡിയുടെ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ വീണയ്ക്കെതിരെ ഉണ്ടെന്നാണ്. സമൻസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമോ? എന്തായാലും ഇന്ന് ഇഡി ഓഫീസിൽ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ പ്രധാനമായും അവർ ചർച്ച ചെയ്യുന്നത് നേരത്തെ ശേഖരിച്ച വിവരങ്ങൾ, അതായത് വീണ വിജയന്റെയും ശശിധരൻ കർത്തയുടെയും ഒക്കെ വീട്ടിൽ നിന്നും ശേഖരിച്ച തെളിവുകൾ, ഇതെല്ലാം പരിശോധിച്ച ശേഷം എപ്പോഴായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് വേണ്ടി നോട്ടീസ് അയക്കുക എന്നതായിരിക്കും. എന്തായാലും ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അതിനു മുന്നോടിയായി എന്തൊക്കെ തെളിവുകളാണ് വീണ വിജയനെതിരെ ഇഡി ശേഖരിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. ഇഡിയുടെ പത്രക്കുറിപ്പിലടക്കം പറയുന്നത് ഒരു മൊബൈൽ ഫോൺ, വീണ വിജയന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്, ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പ്, അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരുടെയും വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നും ഇവരുടെ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മറ്റ് ചില തെളിവുകൾ എന്നിവ ലഭിച്ചു എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതിനെ അവർ വിശദമായി പരിശോധിക്കും. അതിൽ എക്സാലോജിക്കിനെയും CMRLനെയും ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. അത് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും വീണ വിജയനെ വിളിച്ചു വരുത്തുക. ആദ്യം ഇഡി ഉദ്യോഗസ്ഥർ കരുതിയത് ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രം വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതിയെന്നായിരുന്നു. പക്ഷേ നമുക്കറിയാം, നേരത്തെ ഈ റെയ്ഡിന് ശേഷം ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടികളൊക്കെ, ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് വീണ വിജയനെതിരായിട്ടുള്ള നടപടി കടുപ്പിക്കുക, വേഗത്തിലാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. കാരണം കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇഡി ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കേസിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്, അന്ന് ഉണ്ടായ അക്രമം അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, എങ്ങനെയാണ് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് തുടങ്ങിയ വിശദീകരണമൊക്കെ കേന്ദ്രം ചോദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം എത്രയും വേഗത്തിലാക്കി കേന്ദ്രത്തിനടക്കം മറുപടി നൽകുവാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ വീണ വിജയനെയും അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയെയും ചോദ്യം ചെയ്തേക്കും. ശശിധരൻ കർത്തയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലാണ്. പകരം ഉണ്ടായിരുന്നത് മകനാണ്. മകൻ ഇപ്പോൾ ബോർഡ് അംഗം കൂടിയാണ്, CMRL ബോർഡ് അംഗം കൂടിയാണ്. മകനിൽ നിന്നും വിശദമായ മൊഴിയെടുത്തിരുന്നു. പക്ഷെ മകൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുമായി നടത്തുന്ന മറ്റ് ഇടപാടുകളെക്കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഇഡി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുമില്ല. ശരൺ കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇനി എന്നാണ് ഇവർക്ക് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന തീയതി മാത്രം അറിയാൻ മതിയാകും. തീർച്ചയായും നവമി, എന്തായാലും ഇനി ചോദ്യം ചെയ്യലേറെ നിർണായകമാണ്. വീണയുമായി പണമിടപാട് നടത്തിയതിൻ്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റെയ്ഡ് സംബന്ധിച്ചുള്ള റിവ്യൂ മീറ്റിംഗ് ഉൾപ്പെടെ ഇന്ന് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പിടിച്ചെടുത്ത രേഖകളുടെ, ഡിജിറ്റൽ ഉപകരണങ്ങളുടെയൊക്കെ പരിശോധന ഉടൻ തന്നെ ആരംഭിക്കുമോ? അതോടൊപ്പം ഈ വീണയുടെ ഫോൺ, പിടിച്ചെടുത്ത ഫോൺ, അതിൻ്റെ പരിശോധന ഏറെ നിർണായകമല്ലേ? അതെങ്ങനെയായിരിക്കും? കാരണം അതിൻ്റെ പാസ്വേഡ് വേണം. വീണ വിജയനെ ഈ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച ശേഷമായിരിക്കുമോ ഈ ഫോണുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിക്കുക? കൊച്ചിയിലെ ഇഡി ഓഫീസിൽ അവലോകന യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവലോകന യോഗത്തിലാണ് ശേഖരിച്ച തെളിവുകളടക്കം ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ഒരു മൊബൈൽ ഫോൺ, വീണ വിജയന്റെ മൊബൈൽ ഫോണും ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പുമാണ് പിടിച്ചെടുത്തത്. ഇത് രണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നും അറിയാനായി സാധിക്കുന്നത്. ഇന്നലെയൊക്കെ ആദ്യം ഇഡി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ഈ ഫോൺ, പിടിച്ചെടുത്ത ഫോൺ വീണയുടെ സാന്നിധ്യത്തിൽ തന്നെ തുറക്കേണ്ടതുണ്ട്, തുറന്നാൽ മതിയാകും
എന്നായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞത്. കാരണം അതിന്റെ പാസ്വേഡ് ഉണ്ട്, അത് വീണയിൽ നിന്ന് തന്നെ വീണയുടെ സാന്നിധ്യത്തിൽ തന്നെ അത് തുറന്ന് പരിശോധിക്കാം. അതിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില ഈ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ എഗ്രിമെന്റിനെ കുറിച്ചോ ഏതെങ്കിലുമൊക്കെ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്നായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ചെന്നൈയിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ അന്ന് വീണ വിജയൻ പറഞ്ഞത് ഈ CMR കമ്പനിയുമായി നടത്തിയ ചാറ്റുകൾ അല്ലെങ്കിൽ അവരുമായി നടത്തിയ സംഭാഷണങ്ങളെല്ലാം ഫോൺ വഴിയായിരുന്നു. ഫോണിൽ മെയിലായിട്ടും മെസ്സേജുമായിട്ടായിരുന്നു ആശയവിനിമയം നടത്തിയതെന്നാണ്. അതെന്തായാലും എന്തൊക്കെ ആശയവിനിമയമാണ് നടത്തിയതെന്ന് കണ്ടെത്തണമെങ്കിൽ വീണയുടെ സാന്നിധ്യത്തിൽ തന്നെ ഫോൺ തുറന്ന് പരിശോധിച്ചാൽ മതി എന്ന് ആദ്യം ഇ ഡി ഉദ്യോഗസ്ഥർ കരുതിയെങ്കിൽ പോലും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളതിനാൽ അത് ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് തിരിച്ചെടുത്തതിന് ശേഷം പിന്നീടുള്ള നടപടികളിലേക്ക് പോയാൽ മതിയെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തന്നെ ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്ന് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നു. അവരത്തരത്തിലുള്ള വിവരമാണ് കൈമാറുന്നത്. എന്തായാലും ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ, ചില പേപ്പറുകൾ, ഇവരുടെ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വീണയുടെ 3 അക്കൌണ്ടുകളാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു HDFC ബാങ്കിന്റെ ഉൾപ്പെടെ 3 അക്കൌണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഇതെല്ലാം വിശദമായി പരിശോധിക്കുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ. എന്നാലും വീണയുടെ അക്കൌണ്ടിലേക്കും എക്സാലോജിക്കിന്റെ അക്കൌണ്ടിലേക്കും ഒക്കെയായിട്ടാണ് ഈ CMR കമ്പനിയിൽ നിന്നും പണം വന്നിട്ടുള്ളതെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ അതെന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് സേവനമാണ് വീണയുടെ കമ്പനി നൽകിയിരിക്കുന്നത്? അങ്ങനെ സേവനം നൽകിയതായി കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇതിലൊരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിൽ ഇ ഡി എത്തുകയും ഇതിനെ തുടർന്ന് ഒരു അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും വീണയെ ചോദ്യം ചെയ്യും. അതിനു മുൻപായി ഇപ്പോൾ ശേഖരിച്ച വിവരങ്ങൾ പരിശോധിക്കുക എന്നതാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നവമി, അതോടൊപ്പം നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ 100 കണക്കിന് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവരം. ഏകദേശം 18 കോടി രൂപയോളം മരവിപ്പിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് നടപടികൾ, കാരണം റെയ്ഡ് പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ടോ അതോ ഇനിയും ഈ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ നടത്തേണ്ട കാര്യമുണ്ടോ? എന്തായാലും ഒരു ദിവസമായിരുന്നു, കഴിഞ്ഞ ദിവസമാണ് രാവിലെ 6 മണി മുതൽ ആരംഭിച്ച റെയ്ഡ്. 12 ഇടങ്ങളിലുണ്ടായിരുന്നു. അത് വീണ വിജയന്റെ വീട്, പിണറായി വിജയന്റെ വീട്, അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെ വീട്, ഓഫീസ്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളുടെ ഈ കമ്പനിയുമായി 2 കമ്പനികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഓഫീസുകൾ, വീടുകൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത്. മൊത്തം 12 ഇടങ്ങളിൽ പരിശോധന ഉണ്ടായിരുന്നു. ആ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ശേഖരിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ഇ ഡി ക്രോഡീകരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 7 മണി കഴിഞ്ഞിട്ടും പലയിടങ്ങളിലും റെയ്ഡ് തുടർന്നിരുന്നു. തിരുവനന്തപുരത്തെ റെയ്ഡൊക്കെ ഉച്ചയോടുകൂടി അവസാനിച്ചെങ്കിൽ പോലും കൊച്ചിയിൽ ശശിധരൻ കർത്തയുടെ വീട്ടിലെ റെയ്ഡ് 7:30യോടുകൂടിയാണ് അവസാനിച്ചത്. ഓഫീസിലെ റെയ്ഡ് വൈകിട്ടോടുകൂടിയും അവസാനിച്ചു. എന്തായാലും നിലവിൽ വീണ്ടും ഒരു റെയ്ഡ് നടത്തേണ്ടതുണ്ടോ എന്ന് ഉള്ള വിവരങ്ങളൊന്നും ഇഡിയിൽ നിന്നും ലഭിക്കുന്നില്ല. ഒരു ദിവസത്തെ റെയ്ഡിൽ ലഭിച്ച വിവരങ്ങൾ പരിശോധിച്ചതിനു ശേഷം മാത്രം കൂടുതൽ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നാണ് ഇഡിയും അറിയിക്കുന്നത്. പക്ഷെ അവരുടെ അടുത്ത ലക്ഷ്യം ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ്. ശേഖരിച്ച വിവരങ്ങളിൽ നിന്നും കൂടുതലായി എന്തെങ്കിലും ഇവർ പ്രതികളാക്കപ്പെട്ടിരിക്കുന്ന പ്രതികളിൽ നിന്നുമൊക്കെ ലഭിക്കുമോ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അടുത്തതായി നടത്തുന്ന ലക്ഷ്യം. എന്തായാലും അതിനുവേണ്ടി ഇവരെ, വീണയെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിനുവേണ്ടി സമൻസ് അയക്കാനായി കാത്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വീണ വിജയൻ ഉടൻ തന്നെ സമൻസ് അയക്കും. ഇന്നത്തെ റിവ്യൂ മീറ്റിംഗിന് ശേഷം കൂടുതൽ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി സമീപിച്ചത്. ഇഡി അന്വേഷണം തടയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കേസിൽ നിലവിൽ SFI അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ ഇഡിയുടെ സമാന്തര അന്വേഷണം നിയമവിരുദ്ധമെന്നുമാണ് കമ്പനിയുടെ വാദം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, എന്താണ് ഈ ഹർജിയിൽ CMRL ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ? ടോം, നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്
ഇതുമായി ബന്ധപ്പെട്ട ഹർജി, അതായത് ED അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതാണ്. EDക്ക് അന്വേഷണം തുടരാമെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അങ്ങനെയായിരുന്നു. അതേസമയം തന്നെ ED അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ ഈ ഹർജിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും പാരലായി SFIO ഇതിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EDക്ക് ഇതിൽ അന്വേഷണം തുടരാനുള്ള അവകാശമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഹർജി കോടതിയിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നും ഈ അതേസമയം ഹർജിയിൽ സൂചനയുണ്ട്. അതേസമയം തന്നെ ഹർജി കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് ED അന്വേഷണം തുടരാമെന്നുള്ള സാഹചര്യത്തിൽ ഇതിൽ ശശിധരൻ കർത്തെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും അതുപോലെ വീണ വിജയനും സമൻസ് അയക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ അതേ തുടർന്ന് അതിൽ PMLA വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് കണ്ടാണ് ED ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങിയതെന്നാണ് വിവരം. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന ഇടപാടുമായി ബന്ധപ്പെട്ട് ഉള്ള സാഹചര്യങ്ങൾ കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൂടി സൂചിപ്പിച്ചിട്ടാണ് ED ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുത്തതും അന്വേഷണം തുടരാനുള്ള നീക്കം ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. നേരത്തെയും SFIയുടെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ വിജിലൻസ് CBI അന്വേഷണം ഉൾപ്പെടെ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ വിവിധ ഹർജികൾ എത്തിയിരുന്നതാണ്. ആ സാഹചര്യത്തിലും ഈ SFIയുടെ അന്വേഷണം തുടർന്ന സാഹചര്യത്തിൽ മറ്റൊരു നിയമ സാധുത അതല്ലെങ്കിൽ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം നടത്താനുള്ള നിയമ സാധുത തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടത് തന്നെയായിരുന്നു. ആ സമയത്തും ഹർജി എത്തിയിരുന്ന വീണ വിജയൻ അന്ന് ഹർജി ഫയൽ ചെയ്തിരുന്നു. ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് മാധ്യമപ്രവർത്തകൻ MR അജയന്റെ ഹർജിയായിരുന്നു ഹൈക്കോടതിയിൽ എത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ EDയുടെ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ച് ഈ നടപടിക്രമങ്ങൾ തുടരട്ടെ, അതായത് ഹർജി തള്ളുന്ന സാഹചര്യം എത്തിയപ്പോൾ ആണ് ഇപ്പോൾ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് കേട്ടോ. തീർച്ചയായും ആജ്ഞ, ഒരു വശത്ത് SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, അതിന് പുറമെയാണ് സമാന്തരമായി EDയുടെ അന്വേഷണമുള്ളത്. പക്ഷെ രണ്ട് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണോ ഈ രണ്ട് ഏജൻസികളും അന്വേഷിക്കുന്നത്? ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ രണ്ട് അന്വേഷണങ്ങളുടെയും സ്വഭാവം എങ്ങനെയാണ്? മാത്രമല്ല, നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചു, കുറ്റപത്രം SFIO കുറ്റപത്രം വരെയും ഈ കേസിൽ സമർപ്പിച്ചതാണ്, മാസപ്പടി കേസിൽ. അതിന് പിന്നാലെയാണ് EDയുടെ നീക്കങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡും മറ്റു നടപടികളുമൊക്കെ ഉണ്ടായത്. ഇതിൽ CMRL കമ്പനിക്ക് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയിലേക്ക് CMRL കമ്പനി മാസപ്പടി നൽകുന്നു എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. ഇതിൽ വീണ വിജയന് 5 ലക്ഷം രൂപയും കമ്പനിക്ക് 3 ലക്ഷം രൂപയുമായിരുന്നു മാസം നൽകിയിരുന്നത്. അത് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ 1.72 കോടിയുടെ അഴിമതി കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ അതിൽ കൂടുതൽ തുക ഈ കണക്കനുസരിച്ച് വീണയ്ക്കും അതുപോലെ എക്സാലോജിക്കിനും കമ്പനിക്കും ലഭിച്ചിട്ടുണ്ട്, CMRL നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ്. അതേസമയം ഇവർക്ക് IT സേവനങ്ങൾ നൽകുന്നു എന്നുള്ളത് സൂചിപ്പിച്ചായിരുന്നു ഇത്തരത്തിൽ പണം കൈപ്പറ്റിയത് എന്നാണ്. പക്ഷേ കൃത്യമായ ഒരു രേഖയും ഈ കാലയളവിൽ CMRLന് എന്ത് സേവനമാണ് എക്സാലോജിക്ക് നൽകിയത് എന്ന് വെളിവാക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനമായി. ഇത് മാത്രമല്ല, ഇതിൽ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് SFIO കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CMRL ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്, SFIയുടെ അന്വേഷണം നടക്കുന്നു. ആ സാഹചര്യത്തിലാണ് EDയുടെ അന്വേഷണമുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ EDയുടെ അന്വേഷണത്തിനെതിരെയാണ്, നീക്കങ്ങൾക്കെതിരെയാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിന് പിന്നാലെ ED ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ അറസ്റ്റിലായ 11 പ്രതികളെ കൂടി റിമാൻഡ് ചെയ്തു. മഞ്ചൂർ കോടതിയാണ് ഇന്ന് ഇവരെ റിമാൻഡ് ചെയ്തത്. മൊത്തം 20ഓളം പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതിനും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർക്കും മ്യൂസിയം CIക്കും വീഴ്ച ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ,
ഈ കേസിൽ എന്തായാലും ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണം അതൊരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള കലാപം ആണ് ഇപ്പോൾ പദ്ധതിയിട്ടത്. എന്ത് നടപടിയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്? 19 പേരെയാണ് 2 ദിവസത്തിനിടെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത 2 FIR-കളായി കസ്റ്റഡിയിലെടുത്തത്. ഈ 19 പേരിൽ IP ബിനു ഉൾപ്പെടെ 11 പേരെയാണ് ഇന്ന് ഉച്ചയോടെ വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. തുടർന്ന് ഇവരെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷമാണ് ഇപ്പോൾ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രവർത്തകരുടെ വലിയൊരു സാന്നിധ്യം ജനറൽ ആശുപത്രി പരിസരത്ത്, കോടതി പരിസരത്തുമൊക്കെ ഉണ്ടായിരുന്നു. ആശുപത്രി പരിസരത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വൻ പോലീസ് വിന്യാസവും ഉണ്ടായിരുന്നു. എന്നാൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രവർത്തകരുമായി പോലീസ് അവിടെ നിന്ന് ജയിലിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ശേഷിക്കുന്ന ആളുകളെ 300 പേരാണ് കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ IP ബിനു ഇന്നലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ശേഷിക്കുന്ന ആറ്റിങ്ങൽ ഉണ്ണി, പാളയം സന്തോഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട DYFI നേതാക്കൾക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ്. ആറ്റിങ്ങൽ ഉണ്ണി മുൻ കൗൺസിലർ കൂടിയാണ്. വീടുകളിൽ ഇന്ന് പുലർച്ചെ പരിശോധന നടത്തിയെങ്കിലും 2 പേരും വീട്ടിൽ ഇല്ല എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ടോ അതോ പുറത്തെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം ഒരാളെ കേസിൽ അവരെ കോട്ടയത്ത് നിന്നായിരുന്നു അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ വൈകിട്ടോടെ അമലിനെ തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു. DCPയുടെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ ഈ കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി രാത്രി വൈകിയും ചോദ്യം ചെയ്തു. പക്ഷേ ഈ ആക്രമണങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം ഉണ്ടോ എന്ന് അറിയാനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. പെട്ടെന്ന് പ്രകോപിതരായി വാഹനങ്ങൾക്കടുത്തേക്ക് ചീറിയെടുക്കുകയായിരുന്നു എന്ന മൊഴിയാണ് പ്രതികൾ പലരും പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ശേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ കേസിൽ ഇനി കൂടുതൽ പേർ അറസ്റ്റിലാകുമോ, പ്രതിപട്ടികയിലേക്ക് വരുമോ? അതോടൊപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായി എന്ന രീതിയിലുള്ള വിലയിരുത്തലുണ്ടല്ലോ. കാരണം പോലീസിന്റെ കൺമുന്നിലാണ് CPM പ്രവർത്തകർ ഈ രീതിയിൽ കലാപം നടത്തിയത്. അങ്ങനെയെങ്കിൽ അവർക്കെതിരെയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച ആ ദിവസം സംഭവിച്ചു എന്ന് തന്നെയാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. അതായത് ഈ പിണറായി വിജയന്റെ വസതിയിൽ പുലർച്ചെ തുടങ്ങിയ പരിശോധന ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിപ്പിച്ച ഈ 3 വാഹനങ്ങളായി ED സംഘം മടങ്ങുന്നതിനിടയിൽ പുറത്ത് പ്രതിഷേധക്കാർ സംഘർഷ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ട് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അധികമായി എന്തുകൊണ്ട് AR ക്യാമ്പിൽ നിന്ന് പോലീസിനെ അവിടെ വിന്യസിച്ചില്ല? ഇതാണ് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ആരാണ് ഈ നിർദ്ദേശം നൽകിയത്? ഈ പോലീസ് വാഹനം, ഈ EDയുടെ വാഹനങ്ങൾ പുറത്തേക്ക് കടത്തിവിടാൻ നിർദ്ദേശം നൽകിയത് ഏത് ഉദ്യോഗസ്ഥരാണ്? ഇതിനെക്കുറിച്ചൊക്കെ ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അന്ന് രാവിലെ മുതൽ ഈ പ്രവർത്തകർ അവിടെ സംഘടിച്ചെത്തുന്ന സമയം മുതൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ സന്തോഷ് കുമാറിനെയും മ്യൂസിയം CI പ്രശാന്തിനെയും അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത് ക്രമസമാധാന ചുമതലയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല എന്ന ആക്ഷേപം ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ വകുപ്പ് തല നടപടിയിലേക്ക്, അതായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വകുപ്പ് തല നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്റലിജൻസ് ADP സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് കൈമാറുന്ന മുറയ്ക്കാകും തുടർ നീക്കങ്ങളിലേക്ക് എന്നാണ് വിവരം. ഡാൻ, ഇവിടെ നേരത്തെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് ഇങ്ങനെ ഒരു ED റെയ്ഡിനെ കുറിച്ച് കൃത്യമായ പോലീസിന് അറിവുണ്ടായിരുന്നില്ല, അത്ര സൂചന ലഭിച്ചിരുന്നില്ല എന്നാണ്. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് പോലീസുമായും കൃത്യമായും പോലീസിനെ അറിയിക്കാതെ ആയിരുന്നോ EDയുടെ ഈ രീതിയിലുള്ള പരിശോധന, ഈ നീക്കങ്ങൾ? മാത്രമല്ല ഈ കണ്ണൂരും കോഴിക്കോടും റെയ്ഡ് ഉണ്ടായപ്പോഴും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ സംഘർഷമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായില്ല. തിരുവനന്തപുരത്ത് മാത്രമാണ് ഈ രീതിയിൽ ആക്രമണം, ഉദ്യോഗസ്ഥരുടെ വാഹനം തല്ലിത്തറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇതൊരു ആസൂത്രിതമെന്നാണോ വിലയിരുത്തൽ? കാരണം അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ
നേതൃത്വത്തിൻ്റെ അറിവുണ്ടോ? ഈ ആക്രമണത്തിന് പിന്നിലെ നേതൃത്വത്തിൻ്റെ അറിവുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? കോഴിക്കോടും കണ്ണൂരുമൊന്നും പിണറായി വിജയനും മകളോ ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ വസതികളിൽ പരിശോധന നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ ഉണ്ടായിരുന്നത് ബേക്കറി ജംഗ്ഷനിലെ വസതിയിലാണ്. അദ്ദേഹം ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ളയാളല്ല, അദ്ദേഹം പ്രതിപട്ടികയിലുമില്ല. പക്ഷേ അദ്ദേഹത്തെ ഉൾപ്പെടെ 8 മണിക്കൂറായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പ്രവർത്തകർ വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് ഈ രംഗം കലുഷിതമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. പോലീസിന് ഒരു തരത്തിലുള്ള സൂചനകളും ഇഡിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നില്ല. നേരത്തെയും ഇഡി പരിശോധന നടത്തുമ്പോൾ സംസ്ഥാന പോലീസിനെയോ ഏതെങ്കിലും വിഭാഗങ്ങളെ എനിക്കൊരു പതിവില്ല. കാരണം അതീവ രഹസ്യാത്മകമായി ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഒരു തരത്തിലും പുറത്തേക്ക് ചോർന്നു പോകാതിരിക്കാനാണ് ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത്. ഏതാണ്ട് 50ഓളം ഉദ്യോഗസ്ഥർ പങ്കെടുത്ത പരിശോധനയാണ് വിവിധ 12ഓളം കേന്ദ്രങ്ങളിലായി. തിരുവനന്തപുരത്തെ സംഘത്തിൽ ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇഡി സംഘം ഉൾപ്പെടുത്തുകയും ചെയ്തത്. കാരണം അത്രമാത്രം രഹസ്യാത്മക സ്വഭാവത്തിൽ ഈ പരിശോധനകൾ പൂർത്തിയാക്കുക എന്നൊരു ലക്ഷ്യം കൂടി അവർക്കുണ്ടായിരുന്നു. അതേസമയം പോലീസിനെ ഈ വിവരം അറിയിച്ചില്ല എങ്കിലും സംഘർഷ സമാനമായ ഒരു സാഹചര്യം പുറത്ത് ഉടലെടുക്കുമ്പോൾ ക്രമസമാധാന പ്രശ്നമായി അത് മാറാൻ അവസരമൊരുക്കാതെ അവസരോചിതമായി അവിടെ ഇടപെടൽ നടത്തേണ്ടത് പോലീസായിരുന്നു. ആ ഇടപെടൽ നടത്തുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആക്ഷേപം. അതുകൊണ്ട് തന്നെയാണ് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ അവരുടെ വാഹനം തല്ലി തകർത്ത കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരെ, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഇടവേള. പിന്നിൽ സ്പോട്ട് ലൈവ് തുടരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ കാണാതായതിൽ പോലീസും ക്ഷേത്ര ഭരണസമിതിയും തമ്മിൽ ഭിന്നത തുടരുന്നു. 78 ഗ്രാം സ്വർണ്ണക്കട്ടികളും ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വൈരനാമം അടക്കമുള്ളവയും നഷ്ടമായി എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. എന്നാൽ അമൂല്യ വസ്തുക്കൾ നഷ്ടമായിട്ടില്ലെന്നാണ് ക്ഷേത്രം ഭരണസമിതിയുടെ നിലപാട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തര വകുപ്പ് സുപ്രീം കോടതിയെ അറിയിക്കും. ഒരിക്കലും ഇത് ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല. ഇതൊരു DGP സംസ്ഥാന പോലീസ് മേധാവിയുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതില് അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ താഴോട്ട് മറ്റു റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടാവും, സ്റ്റേറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവും, പപ്പ കൺട്രോളിന്റെ പത്മനാഭസ്വാമി ക്ഷേത്രം കൺട്രോൾ റൂമിന്റെ റിപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങനെ പല വിധത്തിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംസ്ഥാന പോലീസ് മേധാവി ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താനാണോ, ക്ഷേത്രത്തിൽ മറ്റൊക്കെ വരുന്ന കാര്യങ്ങളെ കറക്ഷൻ ചെയ്യാനാണോ എന്ന് നമ്മൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിനകത്ത് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. മുൻകാലങ്ങളിൽ പൂവട്ടക പോയപ്പോൾ ഇത് അന്ന് റേസ് ചെയ്തപ്പോ പിന്നെ പൂവട്ടക എന്താണ് ചെയ്തത്, അവിടെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. വർഷങ്ങളായിട്ട് ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരുന്ന, വളരെ വർഷം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഇവര് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പോലീസിന് FIR കൊടുത്തിട്ടില്ല, പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതെ ആരോടും ചോദിക്കാതെ ഇതിനെ റീപ്ലേസ് ചെയ്യാണ്. ഇൻവെന്റൈസേഷൻ എടുത്ത് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന നിലവറയിൽ നിന്ന് പോയിരിക്കുന്ന സാധനത്തിന് അവർക്ക് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? അതുപോലെ തന്നെ സ്വർണ്ണ റോഡ് പോയത്, അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് കിട്ടിയെന്ന് പറയുന്നു. അതിനെ ഏത് തരത്തിലാണ് ഇവരത് അതാണോ എന്ന് തീരുമാനിച്ചിട്ട് ഏത് രീതിയിലാണ് അത് ഉള്ളിലേക്ക്, ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നത്? ഗരുഡസ്വാമിയുടെ മാല നോക്കിക്കോളൂ, അതും അതേ നിലയിലാണ്. വിവരങ്ങളുമായി VB വിനോദ് ചേരുന്നു. വിനോദ്, ഇവിടെ ക്ഷേത്രം ഭരണസമിതി പറയുന്നത് അത് ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ്, ഇങ്ങനെ അമൂല്യ വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. പക്ഷെ പോലീസിന്റെ റിപ്പോർട്ട് അങ്ങനെയല്ല. സ്വർണ്ണക്കട്ടികൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായ വിവരമുണ്ട്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ, പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണോ പോലീസ് അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്? പിന്നെ അങ്ങനെയെങ്കിലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ ഈ ക്ഷേത്രം ഭരണസമിതി എന്തുകൊണ്ടാണ് അത് നിഷേധിക്കുന്നത്? ടോം, ADGP S. ശ്രീജിത്താണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. ആ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര മന്ത്രിയുടെ പക്കലുണ്ട്. ഇതിൽ അമൂല്യ വസ്തുക്കൾ നഷ്ടമായി എന്ന കാര്യം തന്നെയാണ് പറയുന്നത്. 78 ഗ്രാം സ്വർണ്ണക്കട്ടിയുണ്ട്, അതോടൊപ്പം തന്നെ വൈരനാമം എന്ന അമൂല്യ വസ്തു, അത് ഈ ക്ഷേത്രത്തിനുള്ളിൽ
സൂക്ഷിക്കേണ്ടതാണ്. 6 മാസമായി അതവിടെ ഇല്ല എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉള്ളത്. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിക്കേണ്ടതാണ്, അത് ചാർത്തിയൊക്കെയാണ് പൂജ നടത്തേണ്ടത്. പക്ഷേ അത് ചാർത്തുന്നില്ല എന്ന കാര്യം ഇപ്പോൾ അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രതിനിധികൾ തന്നെ പറയുന്നുണ്ട്. എങ്കിൽ അത് എവിടെ എന്ന ചോദ്യമാണ്. പക്ഷേ ക്ഷേത്രം ഭരണസമിതി പറയുന്നത് ഇതിങ്ങനെ നഷ്ടമായിട്ടില്ല എന്ന ഒരു കാര്യം വിശദീകരണമായി നൽകുന്നു. അപകീർത്തികരമായ വാർത്തകൾ പുറത്തുവിടുന്നു. അത് ക്ഷേത്രത്തെയും ക്ഷേത്ര ഭരണസമിതിയെയും അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഇന്നും ഈ യോഗം ചേർന്നിട്ടുണ്ട് ക്ഷേത്രം ഭരണസമിതി. അവരുടെ കൂടുതൽ വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതാദ്യമായല്ല ഇങ്ങനെ അമൂല്യ വസ്തുക്കൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടമാകുന്നു എന്ന പരാതി വരുന്നത്. ഇങ്ങനെ പരാതികൾ വരുമ്പോൾ ഈ കാണാതായ വസ്തുക്കൾ തിരികെ വരുന്ന രീതിയുണ്ട്. അതിനെക്കുറിച്ചും വലിയ ആക്ഷേപമുണ്ട്. യഥാർത്ഥ വസ്തു മാറ്റിയിട്ട് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വസ്തുക്കൾ കൊണ്ടുവച്ച് അതിൻ്റെ കുറവ് പരിഹരിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ ജീവനക്കാരുടെ സംഘടനയൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല അവിടെ പലരും കൃത്യമായ പരിശോധനയില്ലാതെ അമ്പലത്തിനുള്ളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കുമൊക്കെ നിർബാധം പോകുന്നു. അത് രാജകുടുംബവുമായി ബന്ധമുള്ള ആളുകൾക്ക്, അങ്ങനെ പുറത്തു നിന്നുള്ള ആളുകളാണ്, അവർക്ക് അവിടെ കാര്യമായ പരിശോധനയില്ല. അവർ ഈ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുകയും പരിശോധനയ്ക്ക് വിധേയമാകാതിരിക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒരു വശത്ത് വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇത് സുപ്രീം കോടതി ഈ വിവരം ധരിപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അത് കോടതിയെ അറിയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പോലീസിനെ എതിർക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഭരണസമിതി പോയിട്ടുള്ളത്. പോലീസ് കള്ളം പറയും, അത് ഒരു വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. പോലീസ് കള്ളം പറയുന്നു എന്ന തരത്തിലുള്ള സാഹചര്യമാണ്. മാത്രമല്ല നമ്മൾ ഈ സമീപകാലത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അവിടുത്തെ സ്വർണ്ണ ദണ്ട് കാണാതാവുകയും പിന്നീട് അവിടെ ഭൂമിക്ക് അടിയിൽ നിന്ന് അത് കിട്ടുകയും ചെയ്തു. അത് കൊണ്ടുപോയപ്പോൾ കയ്യിൽ നിന്ന് വീണു എന്ന വിശദീകരണമൊക്കെയാണ് പിന്നീട് വന്നത്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിൽ അമ്പലത്തിൽ നിന്ന് പ്രധാനപ്പെട്ട വസ്തുക്കൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഒന്നുകിൽ അതിന് പകരം മറ്റ് വസ്തുക്കൾ അവിടെ കൊണ്ടുവെക്കുന്നു. ഇപ്പോൾ തട്ടുവിളക്ക്, അത് സ്വർണത്തിൻ്റെ തട്ടുവിളക്ക് അവിടെ നിന്ന് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോവുകയും തിരികെ സ്ഥാപിച്ചത് വെള്ളി വിളക്കാണ്. അത് രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെ രേഖയിൽ ഉൾപ്പെടുത്താതെ പല കാര്യങ്ങൾ നടക്കുന്നു എന്ന പരാമർശം കൂടി ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ അതെല്ലാം തന്നെ അതീവ ഗൗരവമുള്ള സംഭവം ആണ്. പക്ഷേ ക്ഷേത്രം ഭരണസമിതി ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല. അവർ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ പോലീസ് തീർച്ചയായും അത് വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമല്ലേ വിനോദ്? കാരണം ഇവിടെ അതീവ സുരക്ഷയുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ ആരുടെ ഭാഗത്താണ് ഇത്? ഏത് കാലയളവിലാണ് ഈ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ റിപ്പോർട്ടിൽ അതേക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ? മാത്രമല്ല അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലേ? അങ്ങനെയെങ്കിൽ അത് ആരുടെ ഭാഗത്താണ് വീഴ്ച? അവർക്കെതിരെ നടപടി ആവശ്യമല്ലേ? ടോം, ഇത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട വസ്തുക്കൾ മോഷണം പോകുന്നു എന്നത് കാലങ്ങളായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ ഇപ്പോഴും നമുക്ക് ഒരു ദൃഷ്ടാന്തമായി ഉള്ള ഒരു കാര്യമുണ്ട്. ചതുർബാഹു വിഗ്രഹം, അതിൻ്റെ വിഗ്രഹം അറുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള പീഠം മാത്രം അമ്പലത്തിൽ അവശേഷിക്കുന്നു. MG ശശിഭൂഷണെ പോലെയുള്ള ആളുകളാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അവർ പറയുന്നത് ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇപ്പോഴും അവിടെ അങ്ങനെ മോഷണം പോയതിൻ്റെ തെളിവ് അവശേഷിക്കുന്നുണ്ട്. വിഗ്രഹം അറുത്ത് മാറ്റി കൊണ്ടുപോയി, അതിന്മേൽ ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. എങ്കിൽ തന്നെയും ചെറുതും വലുതുമായി ഇങ്ങനെ അമൂല്യ വസ്തുക്കൾ പലപ്പോഴും ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതൊരു കവർച്ച തന്നെയാണ്. അന്താരാഷ്ട്ര വിപണിയിലൊക്കെ വലിയ മൂല്യമുള്ളതാണ്. നമുക്കറിയാം, ഈ നിലവറ തുറന്നതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വസ്തുക്കളുടെ കണക്കറിഞ്ഞപ്പോൾ ലോകം തന്നെ ഞെട്ടിയ സംഭവമാണ്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്നാണ് ഇങ്ങനെ സുരക്ഷയില്ലാതെ അല്ലെങ്കിൽ കൃത്യമായ പരിശോധനകളില്ലാതെ ആളുകൾ നിർബാധം പോകുന്നതും അവർ തിരികെ പോകുന്നതും. ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ അവിടെ കയറാൻ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നു എന്നത് മാത്രമല്ല, പോലീസ് റിപ്പോർട്ടിൽ ഇവരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അവിടെ വന്നു പോകുന്നത് ആരൊക്കെയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്ത വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ADGPയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് സർക്കാർ ഗൗരവമായി കാണും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. യെസ് വിനോദ്, ഇത് മാസങ്ങളായി ഇന്റലിജൻസ് ഇതേക്കുറിച്ച് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നോ? മാത്രമല്ല ഇത് എങ്ങനെയാണ് ഇവിടെ നിന്നും ഈ രീതിയിൽ ഈ അമൂല്യ വസ്തുക്കൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്?
ഇത് പരാതികളാണ്, പല ഘട്ടങ്ങളിലായി ഉയർന്നു വരുന്ന പരാതികളാണ്. അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജീവനക്കാർ തന്നെ അത്തരം പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. പലപ്പോഴും ഈ മോഷണം മാത്രമല്ല, ക്ഷേത്രത്തിനുള്ളിൽ ചിക്കൻ ബിരിയാണി കയറ്റിയത് പോലും അടുത്തിടെ വലിയ വിവാദമായിരുന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള ഓഫീസ് മുറിയിൽ അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ചിക്കൻ ബിരിയാണി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പലപ്പോഴും ആ ഒരു ഗൗരവ സ്വഭാവം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ അമ്പലത്തിൻ്റെ ഒരു പവിത്രത നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പെരുമാറ്റം പല വശത്തു നിന്നുണ്ടാകുന്നു, പല കോണുകളിൽ നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അമൂല്യ വസ്തുക്കൾ വലിയ തോതിൽ പുറത്തേക്ക് പോകുന്നു എന്ന ഒരു സാഹചര്യം വരുന്നത്. ഏതായിരുന്നാലും ഈ കവടിയാർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പരാതികളാണ്. കവടിയാർ കൊട്ടാരത്തിൽ തന്നെ കവർച്ച നടന്ന വിവരങ്ങളും ഈ സമീപത്ത് പുറത്തു വന്നിരുന്നു. ആ കേസിൻ്റെ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. അത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെയും ഇത് വലിയ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. ഇതാരാണ് കക്കുന്നത്? ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്ന കാര്യം കൂടി പരിശോധിക്കുമെന്നാണ്. അതായത് സംശയമുണ്ട്, പലതരത്തിലുള്ള സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മന്ത്രിക്ക് പോലും അങ്ങനെ പറയേണ്ടി വരുന്നുവെങ്കിൽ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്, അവിടെ ക്രമം വിട്ട് കാര്യങ്ങൾ പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിയുന്നൊരു കാര്യം. ആ തരത്തിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഭരണസമിതിയുടെ പ്രവർത്തനം ഏത് തരത്തിൽ ക്രമീകരിക്കപ്പെടണം? പ്രത്യേകിച്ച് സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ളൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് അങ്ങനെ പോരായ്മകൾ വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ അങ്ങനെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. ഏതായിരുന്നാലും സംസ്ഥാന സർക്കാർ, ആഭ്യന്തര വകുപ്പ് ഇതിനെ ഗൗരവമായി തന്നെ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഒരാഴ്ചക്കിടെ 3 യുവതികളുടെ ദുരൂഹ മരണം. 3നും കാരണം ഗാർഹിക പീഡനമാണ്. കാസർഗോഡ് താമസ സ്ഥലത്ത് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ നവവധു ചികിത്സയിലിരിക്കെ മരിച്ചതാണ് ഒടുവിലത്തെ സംഭവം. പേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ സ്വദേശിനിയായ അശ്വതിയാണ് മരിച്ചത്. കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രി നേഴ്സായ അശ്വതി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളായി സ്വദേശി രൂപേഷിൻ്റെ ഭാര്യയാണ്. വിവാഹിതരായ 1 മാസം തികയുന്നതിന് മുൻപാണ് ദാരുണമായ സംഭവം. കേസിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാഴ്ചക്കിടെ 3ാമത്തെ മരണമാണ്. അത് 3ഉം വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾക്കിടെയാണ് യുവതികളുടെ മരണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ച ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് ഒരു യുവതി ആസിഡ് കഴിച്ച് മരിച്ചതെങ്കിൽ ഇവിടെ താമസസ്ഥലത്ത് വെച്ച് വിഷം കഴിച്ച് മരിക്കുന്നു. അതും ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവർ, ഉറ്റ രക്തബന്ധമുള്ളവർ, അവർ പിന്നീട് പ്രണയത്തിലാകുന്നു. വീട്ടുകാരുടെ എതിർപ്പൊക്കെ മറികടന്ന് വിവാഹം കഴിക്കുന്നു. 1 മാസം തികയുന്നതിന് മുൻപ് യുവതിയുടെ മരണം. എന്താണ് അതിന് കാരണമായി പോലീസിൻ്റെ നിഗമനം എന്താണ്? ടോമെ, പോലീസ് പറയുന്നത് ടോം സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഇവർ തമ്മിൽ വിവാഹം കഴിച്ചത് അതായത് വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമല്ല. കാരണം അത്രത്തോളം അടുത്ത ബന്ധുക്കളാണ് ഇവർ. ഉറ്റ ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്നു. അങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെയാണ് ഇവർ വിവാഹം നടത്തുന്നത്. അതായത് 4-ാം തീയതിയാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. 18-ാം തീയതി ഇത്തരത്തിൽ അശ്വതി വിഷം കഴിക്കുന്നു. അതായത് കാസർകോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് ആയ അശ്വതി അവിടെ ഉള്ള മുറിയിൽ നിന്നാണ് ഇങ്ങനെ വിഷം കഴിക്കുന്നത്. പിന്നീട് കാസർകോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. നില ഗുരുതരമായതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 22-ാം തീയതിയാണ് അവിടെ പ്രവേശിപ്പിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് അശ്വതി മരണപ്പെടുന്നത്. എന്തായാലും ഈ കേസിൽ പോലീസ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. അതേസമയം തന്നെ രഹസ്യമൊഴി, അതായത് ഈ ചികിത്സയിലിരിക്കെ ഈ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിർണായക വിവരങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. കാരണം ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഇനി പുറത്തു വരാനുണ്ട്. അങ്ങനെ മാത്രമേ ഒരു അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് എത്തൂ. ഏതായാലും ഈ രൂപേഷ് എന്ന് പറയുന്ന പറക്കളായി സ്വദേശിയായ രൂപേഷുമായി ഇവരുടെ വിവാഹം നടന്ന് 3 ആഴ്ച പിന്നിടുന്നതിന് മുമ്പാണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം. അതിന്റെ ഞെട്ടലിലാണ് ഇവരുടെ ബന്ധുക്കളും എല്ലാം ഉള്ളത് എന്ന് പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്, ഈ ഒരാഴ്ച മാത്രം 3 ഭർത്തൃമതികളാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും അവസാനമായി സമീറ എന്ന് പറയുന്ന ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 27 വയസ്സുകാരിയാണ് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ കേസിൽ ഭർത്താവിനെതിരെയും അതുപോലെ തന്നെ ഭർത്തൃമാതാവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്ത്രീധനം ആവശ്യപ്പെട്ടും മറ്റും നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യമാണ് മറ്റേ ഒന്നാമത്തെ കേസിലുള്ളത്. ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന ഇവരെ 24 വയസ്സുകാരി, അതായത് വിവാഹം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാകുന്ന അതിന് 1 ദിവസം മുൻപാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ഈ യുവതി ചെയ്യുന്നത്. അതിൽ വിവാഹം സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പീഡനമായിരുന്നു. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശരീരത്തിൽ നിറയെ അടിയേറ്റ പാടുകൾ, ഏറ്റവും പുതുതായി ഇപ്പോൾ അടുത്തായി ഇങ്ങനെ അടിയേറ്റ പാടുകളൊക്കെയുള്ള ഒരു സംഭവമായി അതും മാറി. അങ്ങനെ അതിലും ആ കേസിലും ഇങ്ങനെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെതിരെയുമായി കേസെടുത്തിട്ടുള്ളത്. അതിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഈ ഭർത്തൃമാതാവായ ആയിഷ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഏതായാലും അതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇങ്ങനെ 3 ഭർത്തൃമതികളാണ് ഇങ്ങനെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ഇപ്പോൾ നവവധുവായ അശ്വതി എന്ന് പറയുന്ന ബേത്തൂർപ്പാറ വട്ടംതട്ടയിലെ ഈ ഒരു യുവതി ഇങ്ങനെ ഒരു ജീവനൊടുക്കിയത്. ഏതായാലും ഈ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഇപ്പോൾ പോലീസിനൊരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ അടുത്ത ബന്ധു ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഇവരുടെ സ്വന്തം വീട്ടിൽ നിന്നും ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ, അതല്ല ഭർത്താവിന്റെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഇവർ കയറി ചെന്നപ്പോൾ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ ഏതായാലും പോലീസ് അന്വേഷിക്കും. ഏതായാലും ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ളത്. അതെന്താണ് എന്നത് സംബന്ധിച്ച് രഹസ്യ മൊഴിയും അശ്വതി നൽകിയിട്ടുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുൻപാണ് മരണമൊഴിയായി അത് കണക്കാക്കാവുന്നതാണ്. അങ്ങനെ പോലീസ് അന്വേഷണം ഏതായാലും ഇത് സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഏതെങ്കിലും തരത്തിലൊരു പോലീസ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്നതാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ആ കേസിൽ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ഇത് ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളാണോ, അതോ നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഉറ്റ ബന്ധുക്കളാണ്, രക്തബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള 2 പേർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായും കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ദുരഭിമാന പ്രശ്നവും അതുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെടുത്തലും മറ്റ് മാനസികമായ പീഡനമൊക്കെ ഉണ്ടാകാം. ഇത് ആർക്കെതിരെയാണ് ആരോപണമുള്ളത്, പരാതിയുള്ളത്? ടോമെ, പോലീസുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്നാണ്. അതായത് സ്വന്തം വീട്ടിൽ നിന്നും ഇവർ ഇഷ്ടപ്രകാരമല്ല ഇറങ്ങിപ്പോയി ഒരു വിവാഹം നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചത് വളരെ പ്രധാന ഘടകമാണ്. അത്രത്തോളം അടുത്ത ബന്ധമാണ് ഇവർ തമ്മിൽ, ഈ ഒരു അശ്വതിയും അതുപോലെ തന്നെ രൂപേഷും തമ്മിൽ വലിയ അടുത്ത ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വീട്ടുകാർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ബന്ധമായിരുന്നില്ല. അതുകൊണ്ട് ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം നിരന്തരം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. അതോടൊപ്പം ഈ ഭർത്തൃ വീട്ടിൽ കയറി ചെന്നപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു മാനസിക സമ്മർദ്ദത്തിനിടയാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവിടെ കൂടുതൽ നാൾ ഈ ഭർത്തൃ വീട്ടിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവരുടെ ജോലി കാസർഗോഡാണ്. കാസർഗോഡ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഈ നഴ്സിംഗ് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ആ ആശുപത്രിയിൽ തന്നെ താമസിക്കേണ്ട സാഹചര്യം വരും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റൽ മുറിയിൽ അവിടെയുള്ള ഇവർ താമസിക്കുന്ന സ്ഥലത്തെ ആണ് ഇങ്ങനെ എലിവിഷം കഴിച്ചാണ് ഇവർ ജീവനെടുക്കാൻ ശ്രമിച്ചത്. പിന്നീട് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിക്കുകയും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഭർത്തൃ വീട്ടുകാരെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഭർത്താവ് രൂപേഷിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം സ്വന്തം കുടുംബത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദം ഈ അശ്വതി നേരിട്ടിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായാലും അതിലൊരു അന്തിമ തീരുമാനം വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ മാത്രമേ അതിൽ പോലീസ് ഒരു വ്യക്തത വരുത്തൂ. മാത്രമല്ല കൂടുതൽ പേരുടെ മൊഴി ഇതിൽ രേഖപ്പെടുത്താറുണ്ട്. അത്തരം മൊഴി രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. സംസ്കാര ചടങ്ങുകളും മറ്റും നടക്കുന്നതുകൊണ്ട് തന്നെ ബന്ധുക്കളെ, സ്വന്തം കുടുംബക്കാരെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ ഇന്നൊരു വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ആയിരിക്കും അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കും. അതിലായിരിക്കും ഈ മൊഴി നിർണായകമാണ്. ഇവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ലഭിക്കുന്ന മൊഴി അനുസരിച്ചായിരിക്കും പോലീസിന്റെ മറ്റ് നടപടികൾ. അതിൽ കൃത്യമായി ഈ മരണമൊഴി കൂടി ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതിന്റെ പോലീസ് ആ രീതിയിലൊരു അന്വേഷണം നടത്തുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത്? ഈ അശ്വതിയെ സംബന്ധിച്ച് സ്വന്തം വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ ഇത്തരം മാനസികമായ പീഡനങ്ങൾ ഉണ്ടായിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അതല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കൾക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ?
ടോമെ, നാട്ടുകാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു, ഇവരുടെ ബന്ധുക്കളായും നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അവർക്കൊന്നും ഇങ്ങനെ ഒരു കടുങ്കൈ അശ്വതി ചെയ്യുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ വിവാഹം ഇത്തരത്തിൽ വീട്ടുകാരുടെ സമ്മതമില്ലാതൊരു വിവാഹമായിരുന്നു. ഇത്തരത്തിൽ ഇവരാരും പങ്കെടുത്തിരുന്നില്ല. ചെറിയ ഒരു വിവാഹം. അത് ആ വീട്ടിലും ഇവരുടെ ഈ രൂപേഷിന്റെ നാട്ടിലും ഇവരെ വലിയ പരിചിതമൊന്നുമില്ല. കാരണം അത്ര ദിവസം മാത്രമേ അവിടെ താമസിച്ചിരുന്നുള്ളൂ. പക്ഷേ ടോമിൽ ഏറ്റവും പ്രധാനം, പോലീസിന് ഇതിന് കൃത്യമായ വ്യക്തതയുണ്ട്. പോലീസിന് കൃത്യമായ വ്യക്തതയുണ്ടെന്ന് പറയാൻ കാരണം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇതിൽ മരണമൊഴി പോലീസ് രേഖപ്പെടുത്തിയതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്, അശ്വതിക്ക് സംഭവിച്ചതെന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ വ്യക്തതയുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പോലീസ് പങ്കുവെക്കാൻ തയ്യാറില്ല. കാരണം ഒരു പക്ഷേ ആ മൊഴി പ്രകാരം, ഈ രഹസ്യ മൊഴി പ്രകാരം ആളുകളെ ചിലപ്പോൾ ഒരു പക്ഷേ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അവരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കും പോലീസ് ഇപ്പോൾ അത്തരം വിവരങ്ങൾ പങ്കുവെക്കാതെ. ഏതായാലും ഈ ഒരു മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇനി ഏത് ഭാഗത്ത് നിന്നാണ് എന്നാണ് ഇനി പുറത്തു വരേണ്ടത്. അത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി ഒരു പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള, അങ്ങനെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കാതും. ആരുടെ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ അശ്വതിക്ക് സമ്മർദ്ദമുണ്ടായത്, ആ മരണമൊഴിയിൽ അശ്വതി എന്തൊക്കെ നൽകി, ആത്മഹത്യാക്കുറിപ്പ്, അത്തരം കാര്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഫോൺ കോളിൽ ഒരു നിമിഷം ഉണ്ടായ ഒരു ചിന്തയായിരിക്കാം ഇങ്ങനെ ഒരു എലിവേഷൻ കഴിച്ച് ആത്മഹത്യ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചുള്ള ഒരു ജീവനൊടുക്കുന്ന ആത്മഹത്യ ഒരു സാഹചര്യമായിരുന്നില്ല. ഇത് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മുറിയിൽ നിന്നും അശ്വതി എലിവിഷം എടുത്ത് കഴിക്കുകയായിരുന്നു. ആദ്യം കാസർഗോട്ടെ തന്നെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് നില വഷളായതിനെ തുടർന്ന് നേരത്തെ പറഞ്ഞ പോലെ 22-ാം തീയതി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ വെച്ചാണ് പോലീസ് ഇതിൽ മരണമൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്നത് ഇതിൽ ഒരു മരണമൊഴി ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ കാര്യങ്ങൾ ഏത് രീതിയിലാണെന്ന് പോലീസിന് അറിയാം. അത് ഇനി ഇതിൽ ആ ഒരു പ്രകാരം ഇവർക്ക് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടാകും, ചോദ്യം ചെയ്യേണ്ടതുണ്ടാകും. അത്തരം നടപടികൾ കടന്നതിന് ശേഷമായിരിക്കും ഇതിൽ ഈ ഒരു ഇതിന്റെ കൃത്യമായ ഒരു ദുരൂഹത നീങ്ങുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. അതിനുശേഷം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി അവർ സംസ്കാര ചടങ്ങുകൾക്കായി ഇപ്പോൾ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ദാരുണമായ സംഭവം തന്നെയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മഹത്യ പരിഹാരമല്ല എന്ന് നൽകിയത്. കാസർഗോഡാണ്. വിവാഹം കഴിച്ച് 1 മാസം തികയും മുൻപ് നവവധു ജീവനൊടുക്കിയത്. ഇതവേണം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ ചികിത്സാ പിഴവെന്ന ആരോപണം. കാലുവേദന മാറാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ഞരമ്പ് മുറിഞ്ഞ 72-കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി പാർവതിക്കാണ് ദുരവസ്ഥ. കുടുംബം DMOയ്ക്ക് പരാതി നൽകി. തുടർ ചികിത്സയ്ക്കായി ഇതിനകം 3 ശസ്ത്രക്രിയകൾ പാർവതിക്ക് നടത്തിയെന്നും ഇപ്പോഴും നഷ്ടമായ ചലനശേഷി തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയാണെന്നും ബന്ധുക്കൾ പറയുന്നു. ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് അമ്മമ്മയ്ക്ക് കാലിന് വേദനയാണ് കാണിക്കാൻ പോയതായിരുന്നു. അതിൽ അവർ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ECG റിപ്പോർട്ടും ഒക്കെ ഓക്കെ എഴുതി അവിടുന്ന് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷന് ഡേറ്റ് തന്നുകൊണ്ട് 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഈ മാസം 10-ാം തീയതി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ ചെയ്ത് വാർഡിക്ക് 11 മണിയായപ്പോൾ രാവിലെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു എക്സ്റേ എടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടി എക്സ്റേ എടുപ്പിച്ചു. അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാർഡിക്ക് തന്നെ മാറ്റി അവിടെ കടത്തി. പിന്നെ രാത്രി ആയപ്പോൾ കാലിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി. കളർ മാറിയപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ആദ്യം ഐസ് കട്ടമാരിയായി കാല്. പുറത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു കൊണ്ടു തന്നാൽ ഇവിടെ നോക്കാൻ ഡോക്ടർമാരൊന്നുമില്ല, ഇവിടെ പഠിക്കുന്നവർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളി പറഞ്ഞു. അപ്പോഴത്തേനും ഡോക്ടർ പോയി കണ്ട് ആംബുലൻസൊക്കെ വിളിച്ച് കോഴിക്കോട്ടേക്ക് പോകാൻ അവിടെ പോയി നോക്കിയപ്പോഴാണ് വലത് കാലിൻ്റെ നരമ്പ് മേലെന്ന് മുറിഞ്ഞിട്ട് അത് മടക്കി സ്റ്റാപ്ലർ അടുക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയണത്. നമുക്കറിയില്ലല്ലോ, നമ്മളിത് കാലിങ്ങനെ കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോഴത് അറിയണത് കറുത്ത കാര്യമൊക്കെ.
അങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം. കാരണം അവിടെ എത്ര രോഗികൾ വരുന്നതാണ്, ഓരിപ്പോൾ എല്ലാവരോടും ഇതേമാതിരിയൊക്കെ കാട്ടി അങ്ങനെ വയസ്സായതാണ് എഴുതിയിട്ട് നോക്കാന്നിട്ട് കാര്യമുണ്ടോ? നടന്നു പോയതാണ് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ പല ആക്ഷേപങ്ങളും ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇതൊരു 72കാരിക്കാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്താണ് കുടുംബത്തിൻ്റെ ആരോപണം? അവരുടെ ആവശ്യം എന്താണ്? ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമോ? ടോം, 72കാരിക്കാണ് ഈ ഒരു ദാരുണമായ അവസ്ഥ സംഭവിച്ചിരിക്കുന്നത്. ടോം നേരത്തെ പറഞ്ഞതുപോലെ കുടുംബം ആരോപിക്കുന്നത് ചികിത്സയിലുണ്ടായ പിഴവാണ് എന്നുള്ളതാണ്. ഇവർ നടന്ന് ചികിത്സയ്ക്ക് പോയി ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം കിടപ്പിലായ സാഹചര്യം, നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലായി എന്നാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. മുട്ടുവേദന, കാലുവേദനയെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് പോയത്. പരിശോധനയിൽ ചെറിയൊരു ശസ്ത്രക്രിയ നടത്തിയാൽ മാറുന്നതേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ ഉറപ്പ് നൽകി. അതിനെ തുടർന്ന് ഈ മാസം 12-ാം തീയതി ശസ്ത്രക്രിയയ്ക്ക് അവർ വിധേയയായി. ശസ്ത്രക്രിയക്കിടെ സംഭവിച്ചൊരു പിഴവാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. അന്ന് വൈകുന്നേരം തന്നെ കാലിൻ്റെ നിറം മാറി, അതേപോലെ കാലിന് തരിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി, തൊട്ടാൽ അറിയാത്ത ഒരവസ്ഥയായി. തുടർന്ന് അവർ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ മെഡിക്കൽ കോളേജിലെ അധികൃതർ അറിയിച്ചു. കാരണം രാത്രി മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിലാണ് ശസ്ത്രക്രിയക്കിടെ കാലിൻ്റെ ഞരമ്പ് കട്ടായിരുന്നുവെന്നും മുറിഞ്ഞു പോയിരുന്നെന്നും അത് സ്റ്റാപ്ലർ ചെയ്ത്, അതായത് തുന്നി ചേർത്ത് വെക്കുന്ന പോലെ വെച്ചിരിക്കുകയാണെന്നും കണ്ടെത്തിയത്. ഈ ഒരു പിഴവാണ് അവരുടെ കാലിലെ സ്പർശനശേഷിയില്ലാത്ത അവസ്ഥയ്ക്കും രക്തയോട്ടം തന്നെ നിലയ്ക്കാനുള്ള ഒരു സാഹചര്യം തീർത്തത്. തുടർന്ന് 3 ശസ്ത്രക്രിയ അവർക്ക് ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ഈ ബ്ലഡ് കാലിലെ പല ഭാഗത്ത് ക്ലോട്ടായത് നീക്കുവാനും ഈ വെയിൻ തുന്നിച്ചേർക്കാനും മറ്റുമൊക്കെ ആയിട്ട് 3 ശസ്ത്രക്രിയ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. 2 ലക്ഷം രൂപയോളം ചെലവായി കഴിഞ്ഞു. ഇതിലൊക്കെ ഇൻഷുറൻസും അവർ എടുക്കുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം കാരണം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മലപ്പുറം DMOക്ക് അവർ പരാതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇക്കാര്യത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് DMO ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. ചികിത്സിച്ച ഡോക്ടർ ഇപ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹത്തോട് വിവരങ്ങൾ ശേഖരിച്ച ശേഷം നടപടികളിലേക്ക് കടക്കാം, അല്ലെങ്കിൽ വിവരങ്ങൾ പ്രതികരിക്കാമെന്നൊരു നിലപാടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം അവരുടേതല്ലാത്ത ഒരു കാരണത്താൽ ചെറിയ ഒരു വേദന മാറ്റുവാൻ വേണ്ടി പോയി കാലിൻ്റെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഇവിടെ ചികിത്സയിലെ പിഴവ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതിന് പുറമെ അവരുടെ സാമ്പത്തികമായിട്ട് വലിയ ചെലവ്, 2 ലക്ഷം രൂപയോളം ഇതിനോട് ചെലവായി കഴിഞ്ഞ് ഇനി എത്ര വേണ്ടി വരുമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ. ഒരുപക്ഷെ കാലിൻ്റെ ചലനശേഷി ഇനിയും പൂർണ്ണമായും തിരിച്ചു കിട്ടുമോ എന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ. അതിനൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ആ കുടുംബം. അനുമോദ്, നമുക്കറിയാം കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് നിരവധി ചികിത്സാ പിഴവുകൾ, അതേ തുടർന്ന് ദുരിതം അനുഭവിച്ച ഹർഷീനയുടെ കഥകളടക്കം നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള UDF സമരരംഗത്തുണ്ടായിരുന്നു. ഇതുപോലെ വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായി ഇത്തരൊരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ ഡോക്ടർമാരെ, കാരണം കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഉയർന്ന ഏറ്റവും വലിയ ആക്ഷേപം ഇതുപോലെ ചികിത്സാ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാരെ, ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു. പക്ഷെ ഇവിടെ ഈ കുടുംബത്തിനൊരു പ്രതീക്ഷയുണ്ടോ? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിലൊരു ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? കുടുംബം സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് നടപടി എന്നതിനപ്പുറം അവർക്ക് ഒരു ആശ്വാസം നൽകണം. അവരുടെ ഈ ചികിത്സയിൽ സംഭവിച്ച പിഴവ് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെങ്കിൽ ഭേദമാക്കണമെന്ന് തന്നെയാണ്. അതിനപ്പുറം അവർ ഇത്രയും ദിവസം പരാതിപ്പെടാൻ ഒരു വിമുഖത കാണിച്ചത് തന്നെ ചികിത്സയെ എങ്ങനെയെങ്കിലും അത് ബാധിക്കുമോ എന്ന ഒരു കണക്കുകൂട്ടലാണ്. അതായത് നിലവിൽ അവർ ചികിത്സയിലാണ്. അപ്പോൾ സർക്കാരിൻ്റെ തന്നെ ചികിത്സയിലിരിക്കെ ചികിത്സയിലെ പിഴവിനെ കുറിച്ച് പരാതിപ്പെട്ടു പോയാൽ ഒരുപക്ഷെ അത് മറ്റ് പ്രതിസന്ധിയിലേക്ക് വഴിവെക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഈ പരാതി കൊടുക്കാൻ തന്നെ വൈകിയതെന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ നീതിപൂർവമായിട്ടുള്ള അന്വേഷണമാണ്. ആ ഡോക്ടറുടെ ഭാഗത്ത് പിഴവുണ്ടെങ്കിൽ ആ ഡോക്ടർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. അതിന് സർക്കാർ തയ്യാറാകണം. ഒപ്പം തന്നെ ഇവരുടെ ചികിത്സാ ചെലവ്
സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതിൻ്റെ അനന്തരഫലമായിട്ടാണ് അവർക്കിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് കണ്ടറിഞ്ഞ് സർക്കാർ ഒരു നടപടി സ്വീകരിക്കണമെന്നത് ഒരു മാനുഷികമായ കാര്യം തന്നെയാണ്. കാരണം 2 ലക്ഷത്തിലധികം രൂപ ഇതിനോടകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഇൻഷുറൻസിൻ്റെ പരിരക്ഷ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിലും സർക്കാരിൻ്റെ ഭാഗത്തിന് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്നൊരാവശ്യവും അവർക്ക് ഉണ്ട്. ഇതിനൊക്കെ മാറിയ സർക്കാർ ഏത് തരത്തിൽ നയം സ്വീകരിക്കുകയോ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി ഇവർ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കേട്ടോ. വ്യക്തമാണ്. എന്തായാലും ഇവിടെ നിയമ നടപടി വേണം. അതോടൊപ്പം അങ്ങനെ ഒരു ദുരനുഭവം നേരിട്ട 72കാരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചിലവ് സർക്കാർ ഏറ്റെടുക്കണം. ഈ ആവശ്യം കുടുംബം ഉന്നയിക്കുന്നത്. അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ അൻസിബ നൽകിയ പരാതി കേൾക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഹരിച്ചാൽ മതിയെന്നാണ് തീരുമാനം. അതേസമയം തൊഴിൽ പീഡന ആരോപണത്തിൽ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഓഫീസ് സ്റ്റാഫ് അതുല്യ പരാതി നൽകി. നീന കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖകളും അടക്കമാണ് പരാതി. വിവരങ്ങളുമായി നവമി ദിനേശ് ചെയ്യുന്നുണ്ട്. നവമി, ഈ അൻസിബയുടെ ആവശ്യം പ്രത്യേക സമിതി രൂപീകരിച്ച് ഈ വിഷയത്തിൽ ഈ പരാതി കേൾക്കണം, ഒരു അന്വേഷണം നടത്തണമെന്നാണ്. പക്ഷേ അത് വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. എന്താണ് ഈ അൻസിബയുടെ പരാതിയുമായി ബന്ധപ്പെട്ട അമ്മയുടെ നിലപാട്? ടോം, ഇന്നലെ ആയിരുന്നു ഹൻസിബയ്ക്ക് അമ്മ സംഘടനയിൽ നിന്നും മറുപടി നൽകിയത്. ഇത് പരാതി ലഭിച്ചതിന് ശേഷം പറഞ്ഞത് 1 മുതൽ 3 വരെയുള്ള തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ഹൻസിബയ്ക്ക് തെളിവുമായി കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാം. ഹൻസിബയുടെ പരാതി വിശദമായി കേട്ടതിന് ശേഷം അതിലൊരു നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാം എന്നായിരുന്നു പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഹൻസിബയ്ക്ക് അയച്ച മറുപടി. ഈ പരാതിക്കുള്ള മറുപടിയായി. പക്ഷെ ഹൻസിബ അതിനുശേഷം അമ്മയ്ക്കൊരു മെയിൽ അയച്ചു. അതിലാണ് പറയുന്നത് തനിക്ക് 1-ാം തീയതി വരാൻ കഴിയും, 2-ഉം 3-ഉം കഴിയില്ല, പിന്നീട് 7-ാം തീയതി കഴിഞ്ഞുള്ളൊരു ദിവസമായിരിക്കും തനിക്ക് വരാൻ പറ്റുക. അതിനു മുൻപ് തനിക്ക് ചില സ്വകാര്യ ആവശ്യങ്ങളുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ തന്റെ പരാതി കേൾക്കരുത്. കാരണം ആ കമ്മിറ്റിയിലുള്ള ആളുകൾക്കെതിരെയാണ് താൻ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അവർ തന്നെ തന്റെ പരാതി കേട്ട് കഴിഞ്ഞാൽ പിന്നീട് തനിക്ക് നീതി കിട്ടില്ല എന്നുറപ്പാണ്. പകരം 3 പേരുടെ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലൊന്ന് MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടി, 2 ധ്യാൻ ശ്രീനിവാസൻ, 3-ാമത് മാല പാർവതി. ഇവർ 3 പേരും ഉള്ള സംഘമായിരിക്കണം, അല്ലെങ്കിൽ അവരുള്ള സമിതി ആയിരിക്കണം തന്റെ പരാതി കേൾക്കേണ്ടത് എന്നായിരുന്നു ഹൻസിബ അമ്മയ്ക്ക് അയച്ച മറുപടിയിൽ പറയുന്നത്. അതിനുശേഷം ഇന്നലെ അമ്മയിലൊരു യോഗം ചേർന്നിരുന്നു. ജനറൽ ബോഡിക്ക് മുൻപായിട്ടുള്ള യോഗമായിരുന്നു. അതിൽ ഈ വിഷയം വന്നപ്പോൾ കമ്മിറ്റി തീരുമാനിച്ചത് ഇവർ 3 പേരിൽ 2 പേർ, അതായത് ധ്യാൻ ശ്രീനിവാസൻ വിദേശത്താണ്, MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടിയെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ സമയമില്ല, സഭയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഈ പരാതി കേൾക്കുവാനോ ഉടനെ തന്നെ കൊച്ചിയിലേക്ക് വരാനോ തനിക്ക് സമയമില്ല, ആ ദിവസങ്ങളിലൊന്നും താൻ അവൈലബിൾ അല്ല എന്നൊരു മറുപടിയാണ് രമേശ് പിഷാരടി നൽകിയത്. മാല പാർവതി പറയുന്നത് തനിക്ക് കേൾക്കുന്നതിന് അസൗകര്യമൊന്നുമില്ല, പക്ഷേ താൻ മാത്രമായി എങ്ങനെയാണ് ഇതിലൊരു തീരുമാനം എടുക്കുക എന്നൊരു ചോദ്യം മാല പാർവതി ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ അസൗകര്യം യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് അമ്മ ഒരു തീരുമാനമെടുത്തത്. നിലവിലുള്ള പുതിയ സമിതി ഇങ്ങനെ രൂപീകരിച്ച് പരാതി കേട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അതൊരു കീഴ്വഴക്കമാകും, അല്ലെങ്കിൽ എല്ലാവരും ഇത്തരത്തിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ വേറെ സമിതികൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടും. അതുകൊണ്ട് നിലവിലുള്ള സമിതി തന്നെ ഹൻസിബയുടെ പരാതി കേട്ടാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് സംഘടന എത്തി നിൽക്കുകയായിരുന്നു. എന്തായാലും ഹൻസിബ ഇനി എന്താണ് ഇതിലൊരു നിലപാട് സ്വീകരിക്കുക എന്നതാണ്. തീർച്ചയായും അതോടൊപ്പം അതുല്യയുടെ ഓഫീസ് സ്റ്റാഫ് അതുല്യയുടെ പരാതിയാണ്. ഈ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംഭാഷണങ്ങളും ശബ്ദരേഖകളും ഉൾപ്പെടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു പരാതി നൽകാൻ അതുല്യെ പ്രേരിപ്പിച്ച ഘടകം? അത് നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണോ, അതോ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ്, ഒരു സെറ്റിൽമെന്റിന് സാധ്യതയുണ്ടോ? ടോം, എന്തായാലും അമ്മ സംഘടനയിലെ അടി അത് അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും കഴിയുന്തോറും ഓരോ പരാതികളായിട്ട് വരികയാണ്. ഇപ്പോൾ അതുല്യ രംഗത്തെത്തിയത് കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ, നീന കുറുപ്പ് എന്നിവർക്കെതിരെയാണ്. അന്നൊരു പ്രശ്നമുണ്ടായി. അത് അതുല്യെ വിളിച്ചു, സംസാരിച്ചു, പ്രശ്നം പരിഹരിച്ചു. അതുല്യെ തിരിച്ചെടുക്കാൻ സംഘടന തീരുമാനിക്കുകയും ചെയ്തു. എങ്കിലും അതായത് അതുല്യെ അവിടെ നിന്ന് പുറത്താക്കുക എന്നൊരു ലക്ഷ്യത്തിൽ നിന്നും കുക്കു പരമേശ്വരനും ബാക്കിയുള്ള മറ്റ് 2 പേരും
പിന്മാറിയിട്ടില്ല എന്നാണ് അതുല്യ പറയുന്നത്. അതിന്റെ ഭാഗമായി അതുല്യയെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റിയുടെ സഹായം കുക്കു പരമേശ്വരൻ തേടിയെന്നാണ് അതുല്യ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിന്റെ ഓഡിയോ സന്ദേശം അടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. അതുല്യ പറയുന്നത് സെക്യൂരിറ്റി ജീവനക്കാരനോട് തന്നോട് അതുല്യ മോശമായി പെരുമാറി, അതുല്യ തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ചു എന്ന വ്യാജ പരാതി ഉണ്ടാക്കി സംഘടനയ്ക്കുള്ളിൽ തന്നെ പറയുക, അതൊരു പരാതിയായി ഉന്നയിക്കുക, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതുല്യയെ പുറത്താക്കുക എന്നതാണ് കുക്കു പരമേശ്വരൻ ലക്ഷ്യം വെച്ചത്. തന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്ന് സെക്യൂരിറ്റി അതുല്യയോട് പറയുകയാണ്. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടോം. ഇതിൽ പരസ്പരം ഒരാളെ അതുല്യയെ പുറത്താക്കുന്നതിന് വേണ്ടി പല കഥകളും മെനയുകയാണ് കുക്കു പരമേശ്വരൻ. അതിന് സെക്യൂരിറ്റിയെ ബലിയാടാക്കുന്നു എന്നൊക്കെയാണ് ഈ അതുല്യ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം നീനാക്കുറുപ്പുമായിട്ടുള്ള സംഭാഷണം, നീനാക്കുറുപ്പ് തന്നെ അത് പുറത്തു വിട്ടതിന് ശേഷം താനാണ് അത് പ്രചരിപ്പിച്ചതെന്ന് പറയുകയും തനിക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നീനാക്കുറുപ്പ് വ്യാജ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതികാരത്തിലാണ് ഇപ്പോൾ വീണ്ടും തനിക്ക് എതിരെയും വീണ്ടും ഓരോ നാണംകെട്ട ഏർപ്പാടുകളാണ് താരസംഘടനയിൽ നടക്കുന്നത്. പല രീതിയിലുള്ള കഥകൾ, കുപ്രചരണങ്ങൾ, അതോടൊപ്പം അവിഹിത കഥകളടക്കം പറയുന്നുവെന്ന് താരങ്ങൾ പറയുന്നു. അതിൻ്റെ പേരിൽ പരസ്പരം വിഴുപ്പലക്കുന്നു. പക്ഷേ ഈ അമ്മയുടെ നേതൃത്വം ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ പോലും, അതായത് ഒരു അന്വേഷണം നടത്താൻ പ്രത്യേക സമിതി രൂപീകരിക്കാൻ പോലും അമ്മ നേതൃത്വം തയ്യാറായിട്ടില്ല. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.